അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് മരണപ്പെട്ട എല്ലാവരുടെയും മൃതദേഹങ്ങളുടെ സംസ്കാരം പൂർത്തിയായി. എല്ലാവരുടെയും ഖബറടക്കം കഴിഞ്ഞു. അതിൻ്റെ ചിത്രങ്ങളും വാർത്തകളൊക്കെ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ കാത്തു നിന്നിരുന്ന അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഒരു നോക്കി കാണുന്നതിന് വേണ്ടി മൃതദേഹങ്ങൾ അമ്പലപ്പറമ്പിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾ, ആ ജനാസകൾ, ആ ശരീരങ്ങൾ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും അത് കണ്ടു നിൽക്കാൻ കഴിയാതെ തളർന്നു വീണ ആളുകൾ, പൊട്ടിക്കരച്ചിലുകളുടെ ചിത്രങ്ങൾ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. ഇത്രമാത്രം വലിയ വേദനയുള്ള കാര്യമാണ്. ഇന്നലെ രാവിലെ, വെള്ളിയാഴ്ച രാവിലെ ഒരു ട്രാവൽ വാനിൽ യാത്ര ചെയ്തിരുന്ന 13 പേര്. എത്രമാത്രം സന്തോഷത്തോടു കൂടിയായിരുന്നു അവരുടെ യാത്ര. അവർ യാത്രയ്ക്കിടെ പലയിടത്തും വെച്ച് അവരെടുത്ത ഫോട്ടോകളും മറ്റൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. വളരെയേറെ ആനന്ദകരമായിരുന്ന യാത്ര. പക്ഷേ ആ യാത്രയുടെ മടക്കം തിരിച്ച് ഇങ്ങനെ എല്ലാവരും ഓരോരോ വാനുകളിൽ, ഓരോരോ ആംബുലൻസുകളിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. ഒറ്റ വാനിൽ യാത്ര ചെയ്തിരുന്നവർ വ്യത്യസ്ത ആംബുലൻസുകളിലായി ഇന്ന് രാവിലെ നാട്ടിലേക്ക് വരുന്ന ആ ആംബുലൻസുകൾ വരുന്ന ചിത്രങ്ങൾ മറ്റൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിങ്ങനെ വേദനിക്കുകയാണ്. അങ്ങനെ വന്ന് അവരെ അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ അവരെ കാണാൻ വന്നിരുന്ന ആളുകളുടെ ആ ഒരു വികാരനിർഭരമായ അവസ്ഥ, അവിടെ കണ്ണീര് പൊഴിക്കുന്ന, പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരുടെ ഒറ്റവരായ ടീച്ചർമാരെ അല്ലെങ്കിൽ ഒറ്റ കുടുംബക്കാരായ ഈ കിടക്കുന്ന ആളുകളെ കാണാൻ കഴിയാതെ വേദനിക്കുന്നവരുടെ ചിത്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊന്നും സഹിക്കാൻ തീരെ കഴിയുന്നതല്ല. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ, എല്ലാവർക്കും റഹ്മത്ത് നൽകട്ടെ. ഏതായാലും അവരുടെയൊക്കെ ജനാസ ഖബറടക്കം കഴിഞ്ഞു എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പാങ് ജുമാ മസ്ജിദിൽ ഈ സ്കൂളിലെ പാചക ജോലികളൊക്കെ ചെയ്തിരുന്ന സാജിദ എന്ന് പറയുന്നവരുടെയും അതുപോലെ ഷക്കീല ടീച്ചർ, റംല ടീച്ചർ, ഇവരുടെയൊക്കെ ജനാസ പാങ് ജുമാ മസ്ജിദിൽ ഖബറടക്കി. അതുപോലെ തന്നെ മജീദ് മേഷും റുക്കിയ ടീച്ചറും, അവരെക്കുറിച്ചുള്ള വാർത്തകൾ അതിനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. മജീദ് മേഷിന് കുറച്ച് കാഴ്ച പരിമിതികളുണ്ട്. മജീദ് മേഷിന് എപ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും സഹായത്തിന് ഭാര്യ റുക്കിയ ടീച്ചറാണ് ഉണ്ടാവുക. അതുപോലെ കഴിഞ്ഞ ദിവസം അവർ ഈ ഉല്ലാസയാത്ര പോയപ്പോഴും മജീദ് മേഷിന് താങ്ങായി തണലായി കൂടെ ഉണ്ടായിരുന്നത് ഈ റുക്കിയ ടീച്ചറായിരുന്നു. അവർക്ക് കുട്ടികളില്ല അത്ര, കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അത്ര. ഏത് കുട്ടികളെ കണ്ടാലും അവരോടൊക്കെ സ്നേഹത്ത് ഇടപഴകിയിരുന്ന മജീദ് മോശം റുക്കിയ ടീച്ചറും ജീവിതത്തിൽ എല്ലായിടത്തും അവർ ഒരുമിച്ചായിരുന്നു. മരണത്തിലും അവർ ഒരുമിച്ചായി. വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് താമസം മാറി ഒരു 2 മാസം എത്ര ആയിട്ടുള്ളൂ. അപ്പോഴേക്കാണ് അള്ളാഹുവിൻ്റെ ഖളാ, അങ്ങനെയായിരിക്കാം അള്ളാഹുവിൻ്റെ വിധി അവരെ പിടികൂടിയത്. അവരുടെ ജനാസ ഖബറടക്കിയത് ഈ പാങ് മാട്ടാത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ്. അതുപോലെ തന്നെ വേറെ സുഹറ ടീച്ചറിൻ്റെ മകന് ഹാഷിം അവരെ ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അവരുടെ ജനാസ ഖബറടക്കി. അതുപോലെ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന അജിത ടീച്ചർ, അവരെ ഷൊർണൂർ ശാന്തി തീരത്താണ് അത്ര അവരുടെ സംസ്കാര കർമ്മങ്ങളും മറ്റൊക്കെ നടന്നത്. അതുപോലെ തന്നെ ആശ ടീച്ചർ കൊളത്തൂർ തറവാട്ട് വീട്ടിൽ. അങ്ങനെ അവരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ മറ്റൊക്കെ നമ്മൾ കാണുന്നു മാധ്യമങ്ങളിൽ. കാണുമ്പോൾ തന്നെ, അതിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ സഹിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അത്രമാത്രം വേദനിപ്പിക്കുന്ന ചിത്രങ്ങളാണ്, വാർത്തകളാണ്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് യാത്രയാവുന്നു, ഉമ്മയും മകനും. ഒരു സ്കൂളിലെ ഒരു അധ്യാപികയല്ലാത്ത എല്ലാവരും കൂടി ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്നു. ഒരാൾക്ക് മറ്റു ചില തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ യാത്രയിൽ അവർക്ക് പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എല്ലാവരും ഭയങ്കര ഐക്യത്തിൽ, സ്നേഹത്തിൽ, എല്ലാവരും നല്ല ഒത്തൊരുമയിൽ അങ്ങനെ ജീവിച്ചിരുന്നവരാണ്. അവരിൽ നിന്നുള്ള 9 പേരാണ് കഴിഞ്ഞ ദിവസം യാത്രയായത്. അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. എല്ലാവരും അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേക പ്രാർത്ഥനകളും മറ്റുമൊക്കെ നടത്തുക. കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനമൊക്കെ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.